പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. 1 കൊരിന്ത്യർ 9 അധ്യായത്തിൻ്റെ 27 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നുവെന്ന്. ഇത് ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തികളും പ്രാർത്ഥനാ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന ഓരോ വ്യക്തികളും ആത്മപരിശോധന ചെയ്യേണ്ട ഒരു വചനവും കൂടിയാണ്. അവർ മാത്രമല്ല, തിരുസഭയിലുള്ള ഓരോ വ്യക്തികളും ഈ വചനമൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിളിലുള്ള വചനം മാത്രം പ്രസംഗിക്കുന്നത് മാത്രമല്ല സുവിശേഷം. ക്രിസ്തീയ സഭയുടെ മൂല്യങ്ങൾ സദ്വാർത്തയായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഒരു സുവിശേഷമാണ്. അതായത് ഈ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തകർന്നു കിടക്കുന്ന വ്യക്തികളെ ഒരു നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലേക്കോ ധ്യാന കൂട്ടായ്മയിലേക്കോ ഒരു വ്യക്തി പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും പ്രവർത്തിക്കുന്നത് ഒരു സുവിശേഷമാണ്. മറ്റൊരു വ്യക്തി ഒരുപക്ഷെ നല്ല കൗൺസിലിങ്ങോ നല്ല ഉപദേശമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദനകൾ കേട്ട് അവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കും വേണ്ട ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാകാം. അവരും ഒരു സുവിശേഷകനാണ്. തിരുസഭയിൽ മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയും സുവിശേഷകരാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരോട് നന്മ പറയാത്ത വ്യക്തികളുണ്ടോ? തിരുസഭയിൽ വചനം പറഞ്ഞേക്കുന്ന വ്യക്തികളുമുണ്ട്. ഏതെങ്കിലുമൊക്കെ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനമൊക്കെ കൂടി വെച്ച് വന്നു കഴിയുമ്പോൾ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കൊക്കെ മറ്റുള്ളവരോട് സുവിശേഷമൊക്കെ പറഞ്ഞു നടക്കും. അത് കഴിയുമ്പോൾ പിന്നെയും തലംകുത്തി വീഴുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹയിലൂടെ പറയുന്നൊരു കാര്യമാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച, സ്വജാതീയരോടും യഹൂദന്മാരുടെ ഇടയിലും അതുപോലെ തന്നെ വിജാതിയുടെയുമെല്ലാം സുവിശേഷം പ്രസംഗിച്ച വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലീഹ. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ വേണ്ടി അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ടുപോയ ഒരു യഹൂദനായിരുന്നു. അതായത് യഹൂദ മതത്തിൽ നിന്നും അനേകം വ്യക്തികൾ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി മാറുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ മതത്തിൽ ആൾക്കാർ നഷ്ടപ്പെടുന്ന സാഹചര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലും മതപരിവർത്തനത്തിൻ്റെ പേരിലാണ് വന്നത്. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല മതപരിവർത്തനത്തെക്കുറിച്ച് പറയുന്നത് 2000 വർഷങ്ങൾക്കപ്പുറം പൗലോസ്ലീഹയുടെ കാലഘട്ടത്തിൽ യഹൂദന്മാർ മാമോദീസ സ്വീകരിച്ചപ്പോഴാണ് യഹൂദ ക്രിസ്ത്യാനികളുണ്ടായത്. അങ്ങനെ യഹൂദന്മാർ മാമോദിസ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ സമൂഹത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതൊരു മതപരിവർത്തനം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ മതം മാറി ക്രിസ്ത്യാനിയായി മാറിക്കൊണ്ടിരുന്ന വ്യക്തികളെ കൊന്നൊടുക്കുവാൻ വേണ്ടി ഇനി ഒരിക്കലും ആരും ഈ പറയപ്പെട്ട മതം സ്വീകരിക്കരുത്, കൊന്നൊടുക്കുവാൻ വേണ്ടി അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പറയപ്പെട്ട പൗലോസിൻ്റെ കണ്ണിലേക്ക് ഒരു മിന്നലൊളി അയക്കുന്നത്. അവൻ താഴെ വീഴുന്നതും അവൻ കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നതും, ആ സ്വരം കേട്ട് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് മാമോദിസ സ്വീകരിച്ച് സ്നാനം സ്വീകരിച്ച് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് കോരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ജഡിക പാപങ്ങൾക്കും ജഡികാസക്തികൾക്കും അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന കോരിന്തിലെ സഭാമക്കൾ, കോരിന്തിൽ പലതരത്തിലുള്ള വ്യാജപ്രവാചകന്മാരും അതുപോലെ തന്നെ ദർശനവും ഭാവിയും ഒക്കെ പറയുന്ന അനേകം വ്യക്തികളുണ്ടായിരുന്നു.
ആ കാലഘട്ടത്തിലും വെളിപാട് പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കി ജീവിച്ച വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥ വെളിപാട് എന്താണ്, യഥാർത്ഥ ദർശനം എന്താണ്, എന്ത് വരമാണ് എന്നൊക്കെ വ്യക്തമായിട്ട് കൊരിന്ത്യരെ സഭയ്ക്കാണ് പൗലോസ്ലീഹായുടെ ലേഖനം എഴുതുമ്പോൾ. അപ്പോൾ പൗലോസ്ലീഹ ഈ കൊരിന്ത്യരെ സഭാമക്കൾക്ക് ലേഖനം എഴുതുമ്പോൾ ആ ലേഖനം എഴുതി ആ സഭാമക്കളോട് പറയുന്നൊരു കാര്യമാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച വ്യക്തിയാണ് ഞാൻ തിരസ്കൃതനാകാൻ പാടില്ല. ആ വ്യക്തി തിരസ്കൃതനാകുക എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലാണ്? മനുഷ്യൻ്റെ മുമ്പിലല്ല തിരസ്കൃതൻ, ദൈവത്തിന് മുമ്പിൽ തിരസ്കൃതനാകാൻ പാടില്ല. ഇന്ന് പല വ്യക്തികളും സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തികൾ അനേകം ലക്ഷക്കണക്കിന് ആൾക്കാരെ ധ്യാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിവിട്ട് വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ട്. കോടിക്കണക്കിന് ആൾക്കാരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ ധ്യാനിപ്പിച്ച് മാനസാന്തരപ്പെടുത്തി സ്വർഗത്തിലേക്ക് കയറ്റിവിട്ട അനേകം വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അവരെങ്ങോട്ട് പോകുമെന്ന് അവർക്ക് പോലും അറിയത്തില്ല. കാരണം പല വ്യക്തികളും അവരുടെ ജഡത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. അതൊരു പക്ഷേ അവരുടെ ജഡത്തിൽ കുടികൊള്ളുന്ന ആസക്തി. പക്ഷെ പൗലോസ്ലീഹ പറയുകയാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ ദൈവത്തിന് മുമ്പിൽ തിരസ്കൃതനാകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന കുറേ ജഡികാസക്തിയുണ്ട്, കോപമുണ്ട്, വിദ്വേഷമുണ്ട്, വാശിയുണ്ട്, പിടിവാശിയുണ്ട്, ഭക്ഷണത്തോടുള്ള ആസക്തിയുണ്ട്, അങ്ങനെയുള്ള ജഡികാസക്തി, ഇങ്ങനെയുള്ള കുറേ ആസക്തികളൊക്കെ ഉണ്ട്. അതിനെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് അതിനെ ഞാൻ കീഴടക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു കർശനമായ നിയന്ത്രണം, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജഡത്തിൽ കുടികൊള്ളുന്ന ചില തിന്മകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഒരു കർശനമായ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, തിരുസഭയിലുള്ള ഓരോ മക്കളും ഈ വചനമൊന്ന് ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് നല്ലതാണ്. എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ജഡികമായ ശക്തി, ഭോഗാസക്തി, ഭക്ഷണാസക്തി, ഇതിനെല്ലാം അതിജീവിച്ച് എൻ്റെ ശരീരത്തെ ഞാൻ നിയന്ത്രിച്ച് കീഴടക്കുന്നു. നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സുവിശേഷ ചെയ്യുന്ന വ്യക്തികളായ അനേകം വ്യക്തികളുണ്ടല്ലോ, ജഡത്തെ കീഴ്പ്പെടുത്തി, ജഡികമായ ആസക്തികളെ കീഴ്പ്പെടുത്തി ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ മക്കൾക്കും കൊടുക്കണമേ. കർത്താവെ, വിളമ്പുന്നതെല്ലാം ആർത്തിയോടെയും അമിതമായും ഭക്ഷിച്ച് ജഡമോഹങ്ങളെ താലോലിച്ച് ജീവിക്കാതെ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഘ്നിച്ച് അങ്ങയുടെ സാക്ഷിയായി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.